ബബ്ലു ആ മോനായിരുന്നു. അത് നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ലേ? ഞാൻ പോണോ? അതല്ല വേണ്ടെന്ന് എവിടെ എന്റെ മരുമോൻ? ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു അമ്മ, ഇപ്പൊ കാണാണ്ട് പോയി. അല്ല എനിക്കടുത്ത് തന്നെ ആയിരിക്കും. ഇങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പെങ്കിൽ അവനെ ഒന്നുകിൽ ഈ ഭൂമിയിൽ നിന്ന് ഞാൻ ഇല്ലാതാക്കും, ഇല്ലെങ്കിൽ നാട്ടുകാരില്ലാതാക്കും. എടാ നിന്നേക്കാളൊക്കെ എത്രയോ ഭേദാണ് വിത്തുകാള. മാമ എനിക്ക് ഡൗട്ട്, ഈ വിത്ത് കിടക്കുന്നോണ്ടാണോ അതിന്റെ വിത്തുകളാന്ന് പറയുന്നത്? എന്താ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, മേല ഇമാതിരി കൊനിട്ട് ചോദ്യങ്ങൾ എന്നോട് ചോദിക്കുന്നു. രണ്ട്, നീയാണ് ഈ നാട്ടിലുള്ള പിള്ളേരെ മുഴുവൻ വഴിപെടുത്തുന്നത്. ഞാൻ വിചാരിച്ച എന്റെ മോനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ നിന്റെ മോൻ ഏറ്റവും വലിയ. എടാ നിനക്കൊക്കെ അക്ഷയ പോയി വല്ല വേതനത്തിനും അപേക്ഷിച്ചുകൂടെ? വേദന എടുക്കാൻ എന്തിനാ മാമ അക്ഷയ പോന്നെ? എനിക്കിപ്പോ നല്ല വേദന എടുക്കുന്നുണ്ട്. വേദനയല്ലടാ വേതനം. നിനക്കൊക്കെ വല്ല പണിക്കും പോയിക്കൂടെ? അച്ഛത് മാത്രം പറയരുത്. ഞങ്ങൾ ഭാവിയിലെ പണക്കാരാകുമ്പോ ഞങ്ങളെ കാണാൻ കൊതിക്കും. അയ്യോ, കൊതിക്കാൻ നീയൊക്കെ എന്താ വല്ല ചിക്കൻ ബിരിയാണിയോ മന്തിയോ വല്ലോ ആണോ? മാമ ഇവനെ കൂലിപ്പണിക്ക് വിട്ടിട്ടാണല്ലോ ഞാൻ ജീവിക്കും. അച്ഛനില്ലേ ഇവന് ജോലി കിട്ടും. അതെ മാമ, അത് സർക്കാർ ജോലി. അമ്മാവാണ് എന്റെ മോട്ടിവേഷൻ. അമ്മാവന്റെ വായിന്ന് വന്ന ഓരോ ആട്ടുനിപ്പാണ് എന്റെ പ്രചോദനം. ഇത് പിടിച്ചോ, ഇത് വായിച്ചു പോകാം. അമ്മ ഉള്ളങ്കൈ കേൾക്കുന്നില്ലെങ്കിൽ മേടിച്ചോ അമ്മ. മാമ എനിക്ക് ഇനി എന്റെ ഋതുവിനൊന്ന് കെട്ടിച്ചേരും. അടിക്കും. എന്റെ പൊന്നു മരുമോനെങ്കിൽ വന്നേ. അപ്പൊ ഞാൻ എന്റെ മോളെ എപ്പോഴാണ് എത്തിച്ചു തരുന്നത്? അത് അമ്മാവിന് ഇഷ്ടം പോലെ. എന്റെ പെങ്ങളെ ഓർത്തിട്ട് മാത്രം. അമ്മ ഇത് തന്നെയാണോ ഞാനും പറയുന്നത്. നിങ്ങളെ പെങ്ങളെ ഓർത്തെങ്കിലും എനിക്ക് അവളെ കെട്ടിച്ചു തരാമമ്മ. ഇന്ന് പോവാമ. എടാ പോലീസ് പെറ്റി അയച്ചാക്കണമെന്ന് പേപ്പർ തന്നിട്ടാണോ നീ എന്നെ പറ്റിക്കാൻ നോക്കുന്നത്? കാര്യം ഞാൻ പഴയ 6ാം ക്ലാസ്സാണ്. പക്ഷേ ഈ പോലീസ് പെറ്റി അടിച്ച പേപ്പറിൽ വെച്ച് എനിക്കിട്ട് ഉണ്ടാക്കാൻ നിൽക്കരുത്. എന്റെ ഉള്ളംകൈ വർത്തിരിക്കും. ഇത് വെച്ച് ഞാൻ ഓർമ്മ തരട്ടാ നിൽക്കട്ടെ. എടാ സ്വന്തമായിട്ടൊരു ജെട്ടി മേടിക്കാനുള്ള ജോലിയെങ്കിലും നിനക്കൊണ്ടോടാ? മാമ എനിക്ക് ജോലി ഇല്ലെന്നുള്ള ഒരു കുറവല്ലേ ഉള്ളൂ. പിന്നെ ഷഡ്ഡി അത് ഞാൻ ഇടാറില്ല. അതെ മാമ, അത് നിനക്ക് എങ്ങനെ അറിയാം? ഞാൻ ഇവന്റെ ബൈക്കിനെ കൂടെ കേട്ടാറില്ലല്ലോ. അതുകൊണ്ട് അല്ല ഇവൻ കട്ടപ്പേ മാമ. മനസ്സിലായില്ല. കുത്തും. നിങ്ങൾ ആ കേസൊക്കെ വിട് മാമ. എനിക്കൊന്ന് രുക്കൂനൊന്ന് കെട്ടിച്ചതാ മാമ. ജോലി ഇല്ലാത്തിടത്തോളം കാലം ഈ ഒരു കാര്യവും പറഞ്ഞ് നീ എന്റെ വീട്ടിൽ വരണം. ഇറങ്ങാ അവിടെ അളിയ നീയെങ്കിലും ഒന്ന് പറയണം.